എല്ലാം ശരിയാക്കി തരാം. നീ വാ. ഇരി. ഒന്ന് വിടണേ. നിന്റെ ഷൈ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോടി. നിന്റെ ആ പ്രകൃതത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പോടി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ എന്ത് വിശേഷം? അല്ല നിന്റെ മൂത്രേന്റെ പിശുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഫോൺ കോളിന് 75 1 രൂപ ആക്കിയോ? മതി മതി വാരിയത്. ആ പിന്നെ എന്തൊക്കെയുണ്ട് പൂനെയിലെ വിശേഷങ്ങൾ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കൊള്ളുന്ന ആമ്പിള്ളേർ ഉണ്ടായിരുന്നോടി? ഹേയ് പൂനെയിലെ വരണ്ട ക്ലൈമറ്റ് പോലെ തന്നെയാ അവിടുത്തെ ആമ്പിള്ളേരും. ഫൈനൽ ഇയറിൽ എന്റെ റൂംമേറ്റ് നീതു സിംഗ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് പാർട്ടി. ഒരു ഫൈറ്റൻ സാധനം. തിന്നുക പഠിക്കുക ഉറങ്ങുക, നോ അതർ ആക്ടിവിറ്റീസ്. പിന്നെ അല്പം റിലീഫ് ഉണ്ടായിരുന്നത് ഒരു ബാംഗ്ലൂർക്കാർ രാമേശ്വരി ആയിരുന്നു. അവള് നല്ല ജോക്ക് അടിക്കും. എടി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് പോലെ അവിടെ ഒരു ത്രില്ലിംഗും ഇല്ലടി. ആ പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനെ വല്ലവരും കാണാറുണ്ടോ? ഇല്ല. ആ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് സിനിമ കഴിഞ്ഞ് വന്നപ്പോ വാച്ചർ അസീസ് നമ്മളെ പിടിച്ച് വരട്ടിയത്? പിന്നെ അയ്യോ ഗേറ്റ് പൂട്ടി കളഞ്ഞല്ലോടി. അസീസേ നിങ്ങൾ വന്നാൽ കയറ്റി വിടരുതെന്നാണ് മേറ്റം പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എവിടെ പോയാലും 6 മണിക്ക് മുൻപ് ഇവിടെ എത്തണമെന്നല്ലേ ഇവിടത്തെ നിയമം. നിയമമൊക്കെ ശരിയാ. മാറ്റിക്ക് കറണ്ട് പോയി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാ കറണ്ട് വന്നത്. അതാ വൈകിയത്. എന്റെ പൊന്ന അസീസല്ലേ ഒന്ന് തുറക്ക. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ കയറ്റുണ്ടെന്നാണ് മേറ്റം പറഞ്ഞിരിക്കുന്നത്. എടോ കാക്ക താൻ ആ മേറ്റന്റെ തടി കണ്ട് വാല് പൊക്കിയാലുണ്ടല്ലോ തന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റി കളയും. തുറക്കോ ഗേറ്റ്. ഞാൻ തുറന്നാലും ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറും. ഈ മതിലൊക്കെ ചാടാനേ ആമ്പിള്ളേര് മാത്രമല്ല ഞങ്ങൾ വിചാരിച്ചാലും നടക്കും. അത് കണ്ടാലറിയാം മതിലെ അടുവന്ന്. തമ്പി തുറക്ക്. ഓരോന്ന് പായരാക്കി കയറി വരും മനുഷ്യൻ മെനക്കെടുത്ത. തന്നെ ഞാനിന്ന് സ്റ്റാൻഡ് കേറ്റുന്നുണ്ട്. ഓ ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. സുമേ മേറ്റൻ ഞങ്ങൾ അന്വേഷിച്ചോ? 2 പ്രാവശ്യം അന്വേഷിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ട പടി. രക്ഷപ്പെട്ടു. ആ ദാക്ഷായണി ഭദ്രകാളി കണ്ടില്ലെന്നാ തോന്നുന്നേ. ആരാടി? ഇത്രയും നേരം എവിടെ പോയിരിക്കായിരുന്നു? സിനിമയ്ക്ക് പോയി. മാറ്റിക്ക് പോയാ ഫസ്റ്റ് ഷോയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാസിനോയിൽ റേപ്പ് ആൻഡ് റിവെഞ്ച് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഷോ ആ പടം കൂടി കണ്ടാ കൊള്ളാവുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ റേപ്പ് ആൻഡ് റിവെഞ്ചും കണ്ട് നടന്നാലേ ചിലപ്പോ ആമ്പിള്ളേര് റേപ്പ് ആൻഡ് റിവെഞ്ചും ഒക്കെ നടത്തിയെന്ന് വരും. പല പ്രാവശ്യമായി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു. നിങ്ങളെ ഇവിടെ കയറ്റി വിടണമെന്ന് ആഫീസിനോട് പറഞ്ഞതാ. ഈ ഹോസ്റ്റലിൽ തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക നിയമം? പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. ഈ രാത്രി തന്നെ 2 ഇവിടുന്ന് ഇറക്കി വിടേണ്ടതാ. പക്ഷെ ഞാനൊരു പെണ്ണായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നാളെ രാവിലെ 2 പെട്ടിയും തൂക്കി സ്ഥലം വിട്ടോളണം. നിങ്ങളെ പോലുള്ള അലവലാദികളെ താമസിപ്പിക്കാൻ പറ്റൂല ഇവിടെ. I don't want your explanation. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്ന് അച്ഛൻ എന്നെ കൊന്നുകളയും. ചേട്ടനറിഞ്ഞാ എനിക്കും കുഴപ്പം തന്നെയാ. ഏതായാലും വന്നത് വന്നു. നീ ധൈര്യമായിട്ടിരിക്കെ. നിനക്കത് പറയാം. നീ കാരണം ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്.
ഞാൻ അപ്പോഴേ പറഞ്ഞത് സിനിമയ്ക്കൊന്നും പോണ്ടെന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കടി. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും പെണ്ണേ, നാളെ നേരം വെളുത്തിട്ടല്ലേ. നീ വന്നേ, ഒരു ഐഡിയ. എല്ലാവരും ഉറങ്ങി. അതെല്ലാം നോക്കിയിട്ടല്ലേ ഞാൻ വന്നത്. ഇപ്പോഴും വേണം ഈ ടോർച്ചും മടിയല്ല. അതെല്ലാം അങ്ങോട്ട് എടുത്ത് വെക്കും. വേണ്ടടി, മാറി. അയ്യോ വേണ്ടടി. അയ്യോ ആരോ വന്നെന്നാ തോന്നുന്നത്. അയ്യോ ആരെങ്കിലും കണ്ട എന്റെ ജോലി പോവല്ലോ. എന്താ ചെയ്യാ? അങ്ങോട്ട് പോവില്ലേ? ഇതിന്റെ അടിയിലോട്ട് കയറാം. ഞാൻ ചെയ്യണം ഇതിന്റെ അടിയിലോ? ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഒറ്റ വെക്കൽ അടിയിലോട്ട് പോ. എന്താ അത്? പിന്നെ പേറ്റും പറഞ്ഞല്ലേ നാളെ രാവിലെ തന്നെ പെട്ടിയും തൂക്കി ഇവിടുന്ന് സ്ഥലം വിട്ടുവാണെന്ന്. രാവിലെ 5:30 വണ്ടിയുണ്ട്. അതിന് പോയാ നേരത്തെ വീട്ടിലെത്താം. അതിനിപ്പോ ഈ സമയത്ത് എന്തിനാ വന്ന് പറയുന്നത്? അല്ല, വെളുപ്പിന് തന്നെ വന്ന് മേറ്റിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഇപ്പൊ തന്നെ പറയാൻ വന്നത്. അല്ല, ഇത് നമ്മുടെ അസൂസിന്റെ വടിയും ടോർച്ചും അല്ല, ഇതാര് അസൂസോ? ആഹാ, താനെന്തിനാടെ ഈ കട്ടിന്റെ അടി കയറി കിടക്കുന്നേ? ഈ തടിയും വെച്ചോണ്ട് ഇതിന്റെ അടിയിൽ കയറാൻ താൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണും അല്ലേ? പാവം. താനെങ്ങനെ ഇതിനകത്ത് വന്നു? എടോ, തന്നോട് ആര് പറഞ്ഞോടോ ഈ മുറി കയറിയിരിക്കാൻ? ഞാനേ ഒരു ആപ്പ് തപ്പി വന്നതാ. ആ ഗേറ്റിന്റെ പിടി ആകെ ലൂസായി കിടക്കുക. അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാ. എടോ, തന്റെ ആപ്പിരിക്കുന്ന ഈ മുറിയിലാണോ വെറുതെ മനുഷ്യന് ചീത്തപ്പേരുണ്ടാക്കാൻ? നേരം വെളുക്കട്ടെ, തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. ആ അസിസേ, നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. 5:30 വണ്ടിയുണ്ട്. തന്റെ കയ്യിലിരിപ്പിതാണല്ലേ? നാളെ രാവിലെ ശമ്പളം വാങ്ങി ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. ആഹാ, എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കിട്ട് ടിക്കറ്റ് വെക്കുന്നു. അത് മനസ്സിലാക്കട്ടെ. എനിക്കിട്ട് ടിക്കറ്റ് വെച്ചാലേ എല്ലാ ടിക്കറ്റും കൂടി തിരിച്ച് ഞാൻ അങ്ങോട്ട് വയ്ക്കും. നിങ്ങൾ തമ്മിൽ ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചുണർത്തി നമുക്കിന്നൊരു പരിഹാരം ഉണ്ടാക്കാം. വാ വാ പ്രിയ. അയ്യോ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇതാരോടും പറയരുതേ. നിങ്ങൾ ഫസ്റ്റ് ഷോയ്ക്കോ സെക്കൻഡ് ഷോയ്ക്കോ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിക്കോളും. അസീസേ, കുഞ്ഞുങ്ങൾ എപ്പോ വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണം കേട്ടോ. കൊടുക്കാം. അന്നത്തെ നിന്റെ ഗസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എടി, ഞാൻ നമ്മുടെ മേറ്റിന്റെ ആശയം ഒരു ദിവസം സിറ്റിയിൽ വെച്ച് കണ്ടു. പിള്ളേര് ഷോപ്പിംഗ് ഇറങ്ങിയതാ. ആ ഇളയ കുട്ടി വാച്ചർ അസീസിന്റെ തനി മിനിയേച്ചറാ. Any items, noodles, kebab, hot dog, hamburger, aloo dum dum, fish molly. വാടി, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. കുഞ്ഞിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഐറ്റംസും കഴിച്ചില്ല. ഈ ഐറ്റംസ് എന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ ഇതെന്നെ വല്ല ഹോട്ടലും മറ്റാണോ? പഴയ ഓർമ്മയാ കുഞ്ഞെ. ഇനി ഐറ്റംസ് പറഞ്ഞ് താൻ എന്റെ പുറകെ വന്നാ തന്നെ ഞാനോട് പറഞ്ഞു വിടും. മനസ്സിലായോ? യെസ് മാഡം. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഡ്രൈവറെ ഇങ്ങോട്ട് അയക്കാം. ഓക്കെ, താങ്ക് യു. ഡ്രൈവർ ഇങ്ങോട്ട് വരാൻ പറയൂ.
ആ തന്നെ വിളിപ്പിച്ച് താൻ ഉടനെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് ജീപ്പ് എടുത്ത് മൂന്നാർ വരെ ഒന്ന് പോകണം. അവിടെ ചെന്ന കോച്ച് സാർ ഒരു പാഴ്സൽ തരും. അതുമായി രാവിലെ തന്നെ ഇവിടെ എത്തണം. ഇപ്പൊ തന്നെ സന്ധ്യാകാറായി. രാത്രി തനിച്ച് തനിക്കെന്താ പേടിയുണ്ടോ? താൻ പലപ്പോഴും പോയിട്ടുള്ളൂ അല്ലേ? അല്ല സർ, മഞ്ഞ് വീഴുന്ന സമയമാ. രാത്രിയില് ഇതൊരു അത്യാവശ്യ കാര്യമാണ്. പോയില്ലെങ്കിൽ ആകെ കുഴയും. ജീപ്പ് ഫോളായിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ താൻ സൂക്ഷിച്ചു വെക്കും. ശരി സർ. എന്താ അല്ലേ രാത്രി? ഡ്രൈവർ ഗോപാലിന്റെ ജീപ്പ് ലോറിയുമായി കൂട്ടിയിടിച്ചു. കൊക്കയിലേക്ക് മറിഞ്ഞു. ഗോപാലൻ മരിച്ചുപോയി. ഗോപാലിനെ പോലെ വിശ്വസ്തനായ ഒരു ഡ്രൈവറെ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് പോകാൻ ഗോപാലിന് വിഷമം ഉണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നുകൊണ്ട് എതിരെ വന്ന ലോറി കണ്ടു കാണില്ല. ആ, ഗോപാലിന്റെ കുടുംബത്തിന് LICയുടെയും പ്രൊവിഡന്റ് ഫണ്ടിന്റെയും പേപ്പേഴ്സ് ഒക്കെ ഉടനെ ശരിയായി കൊടുക്കാൻ പറയണം. ആ, പിന്നെ അത്യാവശ്യമായിട്ട് പണം എന്തെങ്കിലും ആവശ്യം വന്നാൽ അതും കൊടുത്തേക്കാൻ പറയും. ഉം. എന്താ? മുതലാളി ഒന്ന് കാണാമെന്നതാണ്. എന്ത് ഐറ്റംസിനാ? ഐറ്റംസ് അല്ല, എന്ത് കാര്യത്തിനാ? ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. ആ ശരി, മുതലാളി ഓഫീസിൽ പോകാൻ ഇപ്പൊ വരും. ഒരു 5 minutes വെയിറ്റ് ചെയ്യും. രാവിലെ ഓരോ ഐറ്റംസ് കയറി വരും. എന്റെ പാവപ്പെട്ട മുതലാളി ഇവിടെ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് കേട്ടു. ആര് പറഞ്ഞു? എസ്റ്റേറ്റിൽ പറഞ്ഞു കേട്ടതാ. എന്താ പേര്? ബേബി. ഏതുവരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. ഡ്രൈവിംഗ് അറിയാമോ? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആർക്കും കിട്ടും. ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമെന്നാ ചോദിച്ചത്. അറിയാം. ജീപ്പും ലോറിയും എല്ലാം ഓടിക്കും. ഇപ്പൊ നിന്റെ പേരിൽ എത്ര കേസുണ്ട്? ആക്സിഡന്റിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്? ഞാൻ ഇതുവരെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല സർ. വളരെ മോശം. ഒരു ആക്സിഡന്റ് എങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നീ ഡ്രൈവർ ആണെന്ന് പറഞ്ഞാൽ അതിന് എന്താ കാര്യം? ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുമ്പോഴെല്ലാം ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ജോലി? കവളപ്പാറ എസ്റ്റേറ്റിൽ. എന്താ അവിടെ നിന്ന് പോകുന്നത്? വല്ലതും മോട്ടിച്ചിട്ടാണോ? അല്ല, മോഷ്ടിക്കാനുള്ള അവസരം അവിടുത്തെ മുതലാളി എനിക്ക് തന്നിരുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം തന്നിരുന്നു. പിന്നെന്താ പോരാൻ കാരണം? മുതലാളി എസ്റ്റേറ്റ് വേറൊരാൾക്ക് വിറ്റു. നിനക്കിവിടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല, ഒറ്റത്തടിയാ. അപ്പൊ ശമ്പളമൊന്നും വേണ്ടല്ലോ, ചെലവ് നടന്നാ പോരെ? പോരാ, ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കിട്ടണം. ഗുഡ്. തൽക്കാലം നീ എന്റെ ഡ്രൈവറായിട്ടിരിക്കും. പിന്നെ ജോലി കണ്ടിട്ട് തീരുമാനിക്കാം. ശരി സാർ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? ആ മീര, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. Why should you appoint a boy who has come from somewhere else? Better will have an older person. He seems to be innocent, Meera. Let's try. ഇപ്പൊ തന്നെ ജോലിക്ക് ചേരാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അതെ സാർ. എന്നാൽ നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. നിന്റെ ഡ്രൈവിംഗ് ഒന്ന് കാണട്ടെ. എന്റെ ജീവന്റെ താക്കോലാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ബി കെയർഫുൾ. എനി ലെഷർ ടൈം ഐറ്റംസ്? ആവശ്യമുള്ളപ്പോ പറയാം. താൻ പോയി തന്റെ ജോലി നോക്ക്. ഇതാണ് എന്റെ ജോലി. Shut up. Go inside. നിർത്തണ വണ്ടി. നിർത്താൻ. ഇറങ്ങ. ഇറങ്ങ. മതി നിന്റെ ഡ്രൈവിംഗ്. സാർ,
ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഓവർ ടേക്കിങ്ങും ഓവർ സ്പീഡും ഈ ജോലി നിനക്ക് പറ്റില്ല. ഞാൻ പതുക്കെ ഓടിച്ചപ്പോൾ സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് സ്പീഡ്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ സാറിന്റെ മുഖം കണ്ടപ്പോ. എന്താ എന്റെ മുഖത്തിന് കുഴപ്പം? മേലിൽ ഇങ്ങനെ ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുത്. ആ കയറി.